ഇസ്ലാം എന്താണ്, അള്ളാഹു എന്താണ്, പ്രവാചകൻ എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, സിറാത്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ മുസ്ലിം ഉമ്മത്തിന്റെ കുറച്ച് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവരുടെ മുമ്പിൽ നിന്നിട്ടല്ലേ നിങ്ങൾ ഈ പാട്ട് പാടുന്നത്? പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലോർക്കും ഖുത്ബായി വന്നോവർ. ഓവറാക്കണതിന് മുമ്പേ ഈ പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ബദ്രീന് പുറമെ ഉഹദില്, ഖന്തക്കില്, ഹുനൈനിലൊക്കെ പങ്കെടുത്ത മഹാരഥന്മാരുണ്ട്, ധീര ഷഹീദുകളുണ്ട്, ഔലിയാക്കളുണ്ട്. പേരും സ്തുതിയും സ്വലാവാത്തും. അസ്സലാമു അലൈക്കും, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്ന ചില അത്ഭുത സംഭവങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുവാനുള്ളത്. ആദ്യം നമുക്ക് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കേട്ടുവരാം. സൂഫി ഷഹീദ് വലിയുള്ളാന്റെ ഉറൂസ് കഴിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇതാണ് മുഹമ്മദ് അലി സഖാഫി മുൻപിലിരിക്കുന്ന സാധുക്കളായ ആളുകളോട് ചോദിക്കുന്നത്. സൂഫി ഷഹീദ് വലിയുള്ളാന്റെ ഉറൂസ് കഴിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അറിവിൽ ഇറച്ചിയും ചോറും കിട്ടും, മൂല്യമാർക്ക് പൈസയും കിട്ടും. ഇദ്ദേഹം എന്താ പറയുന്നതെന്ന് കേട്ടു നോക്കാം. എഴുതി വെച്ചോ എന്നാ പറയണത്. പേൻ എടുത്തുക്കണു, പേപ്പർ ഇവിടെ ഉണ്ട്. ഉസ്താദ് പറയും, തള്ളിക്കോളി. സ്വർഗ്ഗം കിട്ടും, കൂന്തം കിട്ടും. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ കൂന്തം കിട്ടും. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് സൃഷ്ടിച്ചതാണ് സ്വർഗവും നരകവും ഒക്കെ. ആ സ്വർഗം ആർക്കുള്ളതാണ്, നരകം ആർക്കുള്ളതാണെന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 23 വർഷക്കാലം കൊണ്ട് അവതീർണമായ പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സുരലോക സ്വർഗം അത് ആർക്കുള്ളതാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള നരകം അത് സ്വന്തമാക്കുന്നത് ആരൊക്കെയാണ് എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതാണ്. ഏതോ ഒരു സൂഫി ഷഹീദ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ജാറത്തിൻ്റെ ഉള്ളിലുള്ള അയാള് എന്താണ് ഏതാണെന്ന് പോലും ഈ പറയുന്ന മുള്ളൂർക്കരക്കോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല. എന്നിട്ട് പറയാണ് മൂപ്പരുടെ ഉറൂസ് നടത്തിയാൽ എന്താണ് ഉറൂസ് എന്നൊക്കെ നമുക്ക് പറയാം. എന്തായാലും മുള്ളൂർക്കര പറയട്ടെ. പ്രിയമുള്ളവരെ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കാണിക്കുന്നത് ഇത് പ്രതികരണ വീഡിയോ ആണ്. ഫെയർ യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവരുടെ വീഡിയോ ഇവിടെ തെളിവിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രതികരണ വീഡിയോയുടെ നിയമങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇവിടെ വീഡിയോ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസായി കാണിക്കുന്നത്. എന്തായാലും മുള്ളൂർക്കര പറയട്ടെ. പറഞ്ഞാളി. സ്വർഗ്ഗം കിട്ടും. സ്വർഗം കിട്ടും. എന്നിട്ട് വീണ്ടും പറയാണ് സ്വർഗം കിട്ടുമെന്ന്. അപ്പം ഞാൻ നേരത്തെ ഒലക്ക കിട്ടും എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. മുള്ളൂർക്കര പറയട്ടെ. ഉപ്പാപ്പാന്റെ ഹദറത്തിൽ വന്നാൽ, ഈ ഉറൂസിന് വന്ന ഇഖ്ലാസോടെ വന്ന ആരുണ്ടോ അവർക്കൊക്കെ എഴുതിക്കോ സ്വർഗ്ഗം ഉറപ്പാണ്. എഴുതിക്കോ സ്വർഗ്ഗം ഉറപ്പാണ് എന്നാ പറഞ്ഞത്. ഇഖ്ലാസോടെ വന്നാലേ. ഈ പൊന്നു മുസ്ലിയാര് സൂറത്ത് ഇഖ്ലാസ് പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്ത് ഇഖ്ലാസ് ഒന്ന് ഓതിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഇഖ്ലാസോടെ വന്നാൽ ഏതൊരു ജാറത്തിങ്ങൾക്ക് പോയാൽ ജാറത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വീഡിയോകൾ വരുന്നുണ്ട്. ഈ മുസ്ലിയാക്കന്മാർക്കൊക്കെ എന്ത് പറ്റി? സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ആമാശയത്തിൻ്റെയും പോക്കറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗം ഇവരിവിടെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു എന്നാണ്. അദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ കൂടി നമുക്കിന്ന് കാണാനുണ്ടാകും. കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. മൂപ്പരിവിടെ സ്വർഗം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു. അത് എന്തടിസ്ഥാനമാക്കിയാണ് എന്നൊന്നുമില്ല. എന്നിട്ട് അതിന് അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ എന്ന് അള്ളാഹിൻ്റെ സ്വർഗം മൂപ്പര് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. നിങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ടല്ലോ. പറയും മൗലിയാരെ. ശക്തി പോരാ, ഒന്ന് ഉറക്കെ പറയും. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ?
ഇത് പറഞ്ഞത് ബ്ലണ്ടറാണ്, പാച്ച നോണയാണ്, തള്ളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആമീൻ പറയുന്നതിന് കുറച്ച് ശക്തി കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മൂപ്പരെ പരാതി. അതിന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ. നിങ്ങൾ പറയുന്നത് സത്യസന്ധമായിരിക്കണം. പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അത് ആർക്ക് വേണ്ടിയാണ്, അതിലുള്ളത് എന്താണ് എന്നെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ മൊഴിമുത്തുകളിലൂടെയും വ്യക്തമായി കഴിഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടുമാക്കാന്റെ മുമ്പിലല്ലല്ലോ അല്പമെങ്കിലും ഇസ്ലാം എന്താണ്, അള്ളാഹു എന്താണ്, പ്രവാചകൻ എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, സിറാത്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ മുസ്ലിം ഉമ്മത്തിൻ്റെ കുറച്ച് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവരുടെ മുമ്പിൽ നിന്നിട്ടല്ലേ നിങ്ങൾ ഈ പാട്ട് പാടുന്നത്. ഇത് സാധാരണ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയില്ലേ. ആമീന് ശക്തി പോരാന്നാ പറഞ്ഞത്. പിന്നെ മൂപ്പര് നേരത്തെ എഴുതി വെക്കാൻ പേനി പേപ്പറൊക്കെ എടുക്കാൻ പറയുന്നു, എഴുതിയിട്ടില്ല. ഇയാൾ പറഞ്ഞ ആ സ്വർഗം നമുക്ക് വേണ്ടേനു. അള്ളാഹുവിൻ്റെ സ്വർഗം ആർക്കാണെന്നുള്ളത് വ്യക്തമായി അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞാണ്. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയട്ടെ. സൂഫി ഷഹീദ് വലിയുള്ളാന്റെ ഉറൂസ് കഴിച്ചാൽ എന്ത് കിട്ടും? എഴുതി വെച്ചോ, സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്വർഗം കിട്ടും തന്നെയല്ലേ പറഞ്ഞത്? നമ്മൾ കട്ട് ചെയ്തതല്ല, മൂപ്പര് റിപ്പീറ്റ് അടിച്ചാണ്. മൂപ്പർക്ക് തന്നെ ഉറപ്പില്ല. മൂപ്പര് ഈ മുമ്പിലിരിക്കുന്ന ആളുകൾ സാധുക്കളുടെ മുമ്പിലേക്ക് എറിഞ്ഞങ്ങോട്ട് പിടിപ്പിക്കുകയാണ്. പറയട്ടെ. ഉപ്പാപ്പാന്റെ ഹദറത്തിൽ വന്നാൽ, ഈ ഉറൂസിന് വന്ന, ഇഖ്ലാസോടെ വന്ന ആരുണ്ടോ അവർക്കൊക്കെ എഴുതിക്കോ സ്വർഗോർപ്പാണ്. നിർത്തിക്കാളി നിങ്ങളെ തള്ള് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇനി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സ്വഹാബത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ബാക്കി അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളുകൾ, ബദ്രിയീൻ, സ്വഹാബാക്കളേക്കാൾ വലിയ ദർജയുള്ള ഔലിയാക്കന്മാരുടെ കഥയൊക്കെ മൂപ്പർ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയും കൂടി നമുക്ക് കാണാനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് തള്ളാണ് എന്നുള്ളത് ഇനി ഞാൻ വെറുതെ ലേബൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് കേട്ടോളി. എന്ന് ആരാണ് ആദ്യം വിളിച്ചത്? ഏതോ ഒരു പൊട്ടപ്പോയത്തക്കാരൻ. അത്രേ ഉള്ളൂ. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവും മാതാവുട്ട പേര്. ആ പേരിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും. ആ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ വേറൊരു പേരിട്ട് വിളിച്ചത് ആരാണ്? പറഞ്ഞാണി. ഓവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഏതോ ഒരാള്, ഖാലി മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വഹിയൊന്നുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഏതൊക്കെയോ ബുക്കുകൾ, ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് മൂപ്പരങ്ങോട്ട് എഴുതി. എന്ത് എഴുതിയിരിക്കണത്? വിളിച്ചോവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലോർക്കും ഖുത്ബായി വന്നോവർ അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പൊട്ടക്കാവ്യം, കള്ളക്കഥയും ശിർക്കും ബിദ്അത്തും കുത്തി നിറച്ച ഒരു മനുഷ്യൻ രചിച്ചൊരു കാവ്യമാണ് ഇവിടെ തെളിവാക്കിയിട്ടുള്ളത്. ഇനി അത് വിശദീകരിക്കുന്നത് കേട്ടോളി. അല്ലാഹുവാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഗൗസുൽ ആദം എന്ന് വിളിച്ചത്. മുഹയ്യിദ്ദീൻ ശൈഖ് എന്നുള്ള പേര് തന്നെ അതുവരെ പറയും പ്രവാചകൻ വിളിച്ചതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചത് പ്രവാചകനാണെന്നും പറയും, ഗൗസുൽ ആദം എന്ന് വിളിച്ചത് അള്ളയാണെന്നും പറയും. എന്താ അതിന്റെ ദലീൽ എന്ന് ചോദിച്ചാൽ ഉസ്താദന്മാരെന്ന് പറയുന്ന ആളുകൾ പാടും മുഹയ്യിദ്ദീൻ മാല. എന്നിട്ട് ഇവിടെ പറയുന്നത് ഗൗസുൽ ആദം എന്ന് വിളിച്ചത് അള്ളാഹു ആണെന്നാണ് പറയുന്നത്. വിളിച്ചോ വിളിച്ചില്ലേ, അതിനു മുമ്പ് അള്ളാഹു ഒരു കാര്യം അറിയിക്കുന്നത് വഹയിലൂടെയാണ്. പുണ്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹി നിലച്ചു പോയിട്ടുണ്ട്. പിന്നെ ആരെ മൈമലി സഖാഫിയെ അത് ഇവിടെ വന്ന് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ മാലപ്പാട്ടുകാരനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ബഹജത്ത് മാല എഴുതിയവനോട് പറഞ്ഞത്? ബഹജത്ത് മാല നോക്കിയിട്ടാണ് ഇവിടെ ഖാലി മുഹമ്മദ് മുഹയ്യിദ്ദീൻ മാല എഴുതിയിട്ടുള്ളത്. എന്താ തെളിവ്? അവർ സൊന്നാബൈത്തിന്നും ബഹജാക്കിതാബിന്നും അങ്ങീനെ തക്മീല അതെന്ന് ചൊന്നോവർ. യാറ് ചൊന്നത്? യാറോ ചൊന്നത്. എന്താ ചൊന്നിയത്? ബഹജത്ത് മാലയിലും അവർ സൊന്ന ബെയ്ത്തിലും. അവർ സൊന്ന ബെയ്ത്ത് ഏതാണ്? അത് ഏതോ ബെയ്ത്ത്. എന്നിട്ട് പറയും
ഫത്തഹു റബ്ബാനിയിലുണ്ട് ഉന്നിയത്തു ത്വാലിബീനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ച നുണ പറയും. ഫത്തഹു റബ്ബാനിയിലും ഉന്നിയത്തു ത്വാലിബീനിലൊന്നും ഈ പറയുന്ന പച്ച നുണി കള്ളക്കഥയില്ല. കാരണം എന്തെന്നറിയോ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുവഹിദായിരുന്നു, മുഅ്മിനായിരുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വവും വഹദാനിയത്തും അത് വയല് പറഞ്ഞിരുന്ന സ്വാത്വികനായ പണ്ഡിത കേസരിയായിരുന്നു. ഇനി എന്താ പറയുന്നത് കേട്ടോക്ക. അള്ളാഹു കൊടുക്കുന്ന ഡിഗ്രിയാണ് ഗൗസ്, ഖുത്ബ്, വലിയ്, ഖുത്ബുൽ അഖ്താബ്, നുജബാ, നുഖബാ, അബ്ദാലി, ഖാദിമ്, മുരീദ്. ഈ പറയണീനൊന്നും ഒരടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കുന്ന ഡിഗ്രി തനതാണോ ഡിഗ്രിയാണോ എന്താണോ ഇവർക്ക് അറിയുള്ളൂ. ഇങ്ങനൊരു ഡിഗ്രി കൊടുക്കുന്നുള്ളത് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓല പൊട്ട കിതാബ്, പാള കിതാബുകളിൽ കേട്ടോക്കാണ്. ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ കേട്ടോക്കെ. ഔലിയാക്കളിൽ വലിയ വലിയ കാറ്റഗറി ഉള്ളവരുണ്ട്. അതിലേറ്റവും വലിയ കാറ്റഗറിയാണ് ഖുത്ബുൽ അഖ്താബ്, ഗൗസുൽ ആദം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലെ കാറ്റഗറി തീരുമാനിച്ചു ഇവര്. എന്നിട്ട് പറയാണ് അതിൽ ഏറ്റവും വലിയ കാറ്റഗറിയാണ് എന്താണ്? ഖുത്ബുൽ അഖ്താബ് എന്ന്. പൊന്നാര മൈമാലി സഖാഫിയെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസർ എന്നൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതിന് പുറമെ പുണ്യപ്രവാചകരത് വ്യക്തമാക്കി തന്നിട്ടില്ലേ? അള്ളാഹുവിൻ്റെ കലാമിലൂടെ എത്രയെത്ര ഔലിയാക്കന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലുക്മാൻ എന്ന് പറയുന്ന മഹാനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ലുക്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനിലൊരു വചനം നമുക്ക് ഓർമ്മ വരും. അത് ഇവർക്ക് ഓർമ്മ വരില്ല. ഇവർക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവരെ കഞ്ഞൂടി അരി മുടങ്ങും. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്തിൽ ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയണത്? യാ ബുനയ്യ, എൻ്റെ മോനെ, സ്വന്തം മോനോട് പറയാണ്, എൻ്റെ പൊന്നു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, ഈ അള്ളാൻ്റെ മേൽ ശിർക്ക് വെക്കരുത്, അള്ളാഹുവിന് പങ്കുകാരുണ്ടാക്കരുത്. എന്താണ് പങ്കുകാരുണ്ടാക്കിയുള്ള അവസ്ഥ എന്നറിയോ? ഇന്ന ശിർക ലളുൽമുൻ അളീം, ഇനി ഷിർക്കിനെക്കാട്ടിലും വലിയൊരു ലുലുമ്, ഒരു പാതകം വേറല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ലുക്മാൻ അലൈഹി ഇസ്ലാമയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ മറ്റു പല ആളുകളെയും പരാമർശിച്ചിട്ടുണ്ട്. അതിനു പുറമെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അത് കഴിഞ്ഞിങ്ങോട്ട് വരുന്ന മഹാരഥന്മാരായ പൂർവ്വസൂരികളായ ആ പുണ്യാത്മാക്കള് അവരെല്ലാം ഔലിയാക്കളാണ്. അല്ലാഹു റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തൃപ്തിപ്പെട്ടു എന്നറിയിച്ച, തൃപ്തി അറിയിച്ച ബദ്രീന് പുറമെ ഉഹദില്, ഖന്തക്കില്, ഹുനൈനിലൊക്കെ പങ്കെടുത്ത മഹാരഥന്മാരുണ്ട്, ധീര ഷഹീദുകളുണ്ട്, ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കളെക്കാളും മേലെയാണ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് വന്ന ബുദ്ധിയും ബോധമുള്ള ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അള്ളാൻ്റെ റസൂല് പ്രവചിച്ചിട്ടുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് പൊട്ടപ്പോയത്തം പാടാ പറയും. അതിന്റെ മീതെ പിന്നൊരു ഡിഗ്രി ഔലിയാക്കളുടെ ലോകത്തില്ല. അത് പറയുവാൻ ഈ പറയപ്പെട്ട മുഹമ്മദ് അലി സഖാഫി ആരാണ് എന്ന് ആ മുന്നിലിരിക്കുന്ന ആ കൗമ് ചോദിക്കുന്നില്ല. ആ കൗമായി പോയി ഇവിടെ ഇരുന്നിട്ട് ഈ സാധുവായ ഞാൻ ചോദിക്കാം, അത് പറയുവാൻ മൈമാലി സഖാഫി താങ്കൾ ആരുവാ? താങ്കൾക്ക് എന്താണ് അതിന് യോഗ്യത ഉള്ളത്? പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കിയല്ലാതെ അല്ല പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നുള്ളത് എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ പാടുന്നത്? സ്വപ്നം ഇസ്ലാമിലെ ദലീലല്ല, തെളിവല്ല. ഏതെങ്കിലും വട്ടനും പൊട്ടനും എഴുതിയ മാലപ്പാട്ടല്ല ഇസ്ലാമിലെ തെളിവ്. അതാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് എനിക്കവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. ഓവറാക്കണതിന് മുമ്പേ ഈ പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏതെങ്കിലും വട്ടനും പൊട്ടനും എഴുതിയ മാലപ്പാട്ടിലല്ല. നിങ്ങൾ പറയും. ആരുണ്ടതെന്റെ മഖാമീനതെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊൽവീനതെന്നോവർ. ഈ ഓവറാക്കി പാടുന്നത് ഹദീസല്ല. ഹദീസ് മൊഴിമാറ്റം നടത്തിയിട്ട് തമിഴൻ്റെ മാല പോലെ തമിഴും അറബിയും മലയാളം ഒക്കെ പാടെ കൂട്ടിക്കുവച്ചിട്ടുള്ള സാധനമല്ല. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമല്ല, തർജ്ജമയല്ല. ഈ പറഞ്ഞ എന്താ? ഏതോ തമിഴൻ്റെ മാല. എന്നിട്ട് പറയണം അള്ളാഹ് പറഞ്ഞിരിക്കണു, റസൂല് പറഞ്ഞിരിക്കണു. ഒരു ഉളുപ്പ് വേണ്ടേ എൻ്റെ സഹോദരന്മാരെ? ഇതുപോലെയുള്ള ആളുകൾ ഇത് പാടിപ്പറഞ്ഞ് ആളുകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്
എന്തിനു വേണ്ടിയാണെന്ന് ഇനി ഞാൻ പറയാതെ തന്നെ ഇത് കേൾക്കുന്ന ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്കൊക്കെ തിരിയുന്നതാണ്, മനസ്സിലാവുന്നതാണ്. അള്ളാഹു അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്, ഖുദ്സിയായ ഹദീസ് അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹി നിലച്ചു പോയി, പിന്നെ വഹിയില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു, എങ്ങനെ പറഞ്ഞു? പ്രവാചകന്റെ കാലശേഷം, സ്വഹാബത്തിന്റെ കാലശേഷം, താബഈങ്ങളുടെയും തബഉ താബഈങ്ങളുടെയും അഇമ്മത്തിന്റെ ഉലമാക്കളായ മദ്ഹബിന്റെ ഇമാമിയങ്ങളായ 4 അഇമ്മത്തുൽ അർബഅയുടെ കാലശേഷവും പിന്നെയും എത്ര കാലം കഴിഞ്ഞാണ് മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്, ജീവിക്കുന്നത്, വഫാത്താവുന്നത്? അതിനിടയ്ക്ക് മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനും ഹദീസും കണ്ട ആളാണ്, പഠിച്ച ആളാണ്, അത് വാഴ്ന്നു പറഞ്ഞ ആളാണ്, എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കള് പണ്ഡിതന്മാരായിരുന്നു. എന്തിനാ ഉസ്താദ് എങ്ങനെ നുണ പറഞ്ഞിട്ട് ഈ ആളുകളെ വഞ്ചിക്കുന്നത്, പറ്റിക്കുന്നത്? നിങ്ങൾക്ക് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കണ്ടേ? ഇത് പറയുമ്പോൾ ഇനി ആളുകൾ വരും, പച്ച നുണയാണ്, കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലാത്ത ചില ആളുകൾ വരും, ഇത് നുണയാണെന്നും കളവാണെന്നും പറയില്ല, നമ്മളതിനെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വേണ്ടില്ല, ഇത് പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. വീഡിയോക്കൊക്കെ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും, എങ്കിലും കാര്യങ്ങൾ മനസ്സിലായവർ അത് സംബന്ധമായിട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുള്ളവർ മാന്യമായ ഭാഷയിൽ നസീഹത്തോടെ കമൻറ്റ് ചെയ്യുക. പരമാവധി കമൻറ്റുകൾക്ക്, മാന്യമായ കമൻറ്റുകൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, സുഹൃത്ത് വലയങ്ങളിലേക്ക്, അതുപോലെ നല്ലവരായ സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാൻ മറക്കരുത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.